ഇന്ന് നാം ധ്യാന വിഷയമാക്കുക വിശുദ്ധ ഫൗസ്റ്റീനായുടെ ജീവിതത്തിലുണ്ടായ ഉണ്ണീശോയുടെ ദർശനത്തെക്കുറിച്ചാണ്. ഉണ്ണീശോ വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് ഒരുപാട് തവണ തന്റെ ദർശനം നൽകിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ വിശുദ്ധ കുർബാനയുടെ സമയത്ത് വിശുദ്ധ ഫൗസ്റ്റീന ഇരിക്കുന്നിടത്ത് ഉണ്ണീശോയെ അവൾ കണ്ടു. അവിടത്തേക്ക് ഏതാണ്ട് 1 വയസ്സ് പ്രായം തോന്നിക്കും. തന്നെ കൈകളിലെടുക്കാൻ ഉണ്ണീശോ അവളോട് ആവശ്യപ്പെട്ടു. ഫൗസ്റ്റീന ഉണ്ണീശോയെ മടിയിലിരുത്തി. മടിയിലിരുന്ന് ഫൗസ്റ്റീനായെ ആശ്ലേഷിച്ചുകൊണ്ട് ഉണ്ണീശോ പറഞ്ഞു, "നിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നത് എനിക്കിഷ്ടമാണ്." അപ്പോൾ ഫൗസ്റ്റീന പറഞ്ഞു, "അങ്ങ് തീരെ ചെറിയവനായി കാണപ്പെടുന്നെങ്കിലും അങ്ങ് ദൈവമാണെന്ന് ഞാൻ അറിയുന്നു. എന്നോട് ഐക്യപ്പെടാൻ അവിടുന്ന് എന്തുകൊണ്ടാണ് ഒരു കുഞ്ഞിൻ്റെ രൂപമെടുക്കുന്നത്?" ഉണ്ണീശോ അവളോട് ഇപ്രകാരം പറഞ്ഞു, "നീ തീരെ ചെറുതായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നീ ചെറുതായിരുന്നാൽ നീ ഇപ്പോൾ എന്നെ നിന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് പോലെ ഞാൻ നിന്നെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും." അതിനുശേഷം ഉണ്ണീശോ അപ്രത്യക്ഷനായി. വിശുദ്ധ അൽഫോൺസ് ലിഗോരി പറയുകയാണ്, നിങ്ങൾ ഒരു പാപം ചെയ്യുകയാണെങ്കിൽ അനുതപിച്ച് പാപമാർഗത്തിൽ നിന്ന് അകലുവാൻ നിശ്ചയിക്കുക. പാപം ഗുരുതരമാണെങ്കിൽ കഴിയും വേഗം കുമ്പസാരിക്കുക. നമുക്ക് ചിന്തിക്കാം കൂട്ടുകാരെ, പലപ്പോഴും ഉണ്ണീശോയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ നിങ്ങളും ആഗ്രഹിക്കാറില്ലേ? എങ്കിൽ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഉണ്ണീശോയെ നമ്മുടെ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ തടസ്സം നിൽക്കുന്ന നമ്മുടെ കൊച്ചു കൊച്ചു പാപങ്ങളും സ്വഭാവ പ്രത്യേകതകളും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാലോ? ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് നല്ലൊരു കുമ്പസാരം നടത്താൻ തിരുസന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറയാൻ നമുക്ക് തയ്യാറായാലോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഉണ്ണീശോയെ, പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. ആമേൻ.